തലവതി തലവതി തലവതി. A family drama starring തലപതി വിജയ്. സീരിയലുകാർക്ക് 500 എപ്പിസോഡ് ഓടിക്കാനുള്ള ഒരു കഥയെടുത്ത് 2 മണിക്കൂർ 49 മിനിറ്റ് 6 സെക്കൻഡ് ആക്കി ചുരുക്കിയ ഒരു വിസ്മയ സൃഷ്ടി. വാരിസ്. ആർക്കും പാസമില്ലാതെ പൈസ കൊണ്ട് മാത്രം സമ്പന്നമായ ഒരു കുടുംബം. ആ കുടുംബത്തിന്റെ കഥ. അപ്പൊ ഈ കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, കുടുംബത്തിന്റെ കാർന്നോർ രാജേന്ദ്രൻ ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് ആണ്. മൈനിങ്ങും ഷിപ്പിംഗുമാണ് പ്രധാന പരിപാടികൾ. മൂപ്പർക്ക് ഒരു ഭാര്യ, ഒരു ഫാമിലി ഡോക്ടർ. രാജേന്ദ്രൻ ഭാര്യയ്ക്കും 3 മക്കൾ, ജയ്, അജയ്, വിജയ്. അതിൽ ജയ്ക്ക് ഒരു ഭാര്യ, ഒരു അവിഹിതം, ഒരു മകൾ. അജയ്ക്ക് ഒരു ഭാര്യ, 2 മക്കൾ. വിജയ്ക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണ്. ആ പെണ്ണാണെങ്കിലോ വിജയുടെ ഇടത്തിയമ്മയുടെ പെങ്ങളും. ഇവരെല്ലാം താമസിക്കുന്നത് ഓട്ടോകാഡിൽ ഉണ്ടാക്കിയ ഈ കൊട്ടാരത്തിലാണ്. അങ്ങനെ ഒരു ദിവസം ഈ കൊട്ടാരത്തിൽ വിജയണ്ണൻ ബിടെക് പാസ്സായതിന്റെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാവും. അപ്പൊ വിജയണ്ണന്റെ ഡാഡി പറയും, ഇനി എന്റെ 3 മക്കളും കൂടി എന്റെ കമ്പനി നോക്കും, അതിലെ ബെസ്റ്റ് ആളെ ഞാൻ കമ്പനിയുടെ മെയിൻ ആക്കുമെന്ന്. അത് വിജയണ്ണന് ഇഷ്ടമാവില്ല. കാരണം വിജുവിന്റേതായ കുറച്ച് പാഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും നടക്കുന്ന വഴിയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നടക്കൂ. ശുഭദിനം. ഇതറിഞ്ഞതും വിജുവിന്റെ ഡാഡി വിജുവിനെ അവിടുന്ന് പുറത്താക്കും. വിജയണ്ണനെ പുറത്താക്കി എന്നറിഞ്ഞതും കേരളത്തിലെ ഉണ്ണിക്കണ്ണൻ വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊക്കെയാണ്, ചെന്നൈയിലേക്ക് പോവാണ് വിജയണ്ണനെ കാണാൻ. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, ചില പൈസക്കാരുടെ മക്കളില്ലേ, അയ്യേ ഞാൻ അപ്പന്റെ ബിസിനസ് ഒന്നും നോക്കില്ല, എനിക്ക് വേറെ പാഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്ന് അവസാനം മൂഞ്ചി തെറ്റി അപ്പന്റെ കടന്റെ ക്യാഷ് കൗണ്ടറിൽ വന്നിരിക്കുന്നവൻ. അതാണ് ഇതിൽ വിജയണ്ണൻ. വീട്ടിൽ നിന്ന് പുറത്തായി പൈസ ഒന്നും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് വിജയണ്ണന്റെ ഫ്രണ്ട്സ് ഒക്കെ പുറത്ത് വൺ ട്രിപ്പിംഗ്. ഇത് കണ്ടതും ഞാനും ട്രിപ്പിങ്ങിലാടാ എന്ന് കാണിക്കാൻ വേണ്ടി വിജയണ്ണൻ ഒരു ഗ്രീൻ സ്ക്രീനും വാങ്ങി വന്ന് വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ പിക്കും വീഡിയോ ഒക്കെ എടുത്താക്കി ഇൻസ്റ്റയിലിടും. ഞാൻ ചെയ്തതാ. എടപ്പള്ളി ജംഗ്ഷനിൽ ഗ്ലാസ് തുടക്കാൻ വരുന്ന ചേച്ചിമാരെ വരെ വിളിച്ച് വരുത്തി പിക്കെടുത്ത് അറ്റ് രാജസ്ഥാൻ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും. VFX breakdown. ചങ്ക് പൊട്ടാണ് സത്യം പറഞ്ഞത് ഈ വിജയണ്ണന്റെ ഡെഡിക്കേഷൻ കാരണം. അങ്ങനെ കയ്യിലെ പൈസയൊക്കെ തീരാറായപ്പോൾ വിജയണ്ണൻ ഒരു വെറൈറ്റി സ്റ്റാർട്ടപ്പ് അങ്ങ് തുടങ്ങും. കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ വൻ സ്വീകരണം കിട്ടിയ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ആണത്. അതായത് ട്രെയിനിലെ ഫുഡ് സപ്ലൈ. ഈ സമയത്താണ് കൊട്ടാരത്തിൽ വിഘ്നങ്ങൾ തുടങ്ങുന്നത്. പതിവ് പോലെ ഒരു ദിവസം ഫാമിലി ഡോക്ടർ വന്ന് രാജേന്ദ്രൻ ഒരു റൂമിൽ കയറ്റി വാതിലടയ്ക്കും. പക്ഷേ അതിനായിരുന്നില്ല. പകരം ഒരു വലിയ രഹസ്യം പറയാനായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, രാജേന്ദ്രന് ക്യാൻസർ പോസിറ്റീവാണ്. ഞാൻ ഈ പടത്തിൽ ആകെ കണ്ടൊരു പോസിറ്റീവ് ഇതാണ്. ഇനി ഏറിപ്പോയാൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ രാജേന്ദ്രൻ ജീവിക്കുകയുള്ളൂ. അത് രാജേന്ദ്രൻ വീട്ടുകാരോടൊന്നും പറയില്ല. അങ്ങനെ ഇരിക്കെ രാജേന്ദ്രന് ഒരു ആഗ്രഹം വരികയാണ്, മൂപ്പരുടെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണമെന്ന്. അതുകൊണ്ട് വിജയണ്ണനെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കും. ആ വിളി കേട്ടതും വിജയണ്ണൻ ട്രെയിനിൽ സമൂസയും ചായയും ഒക്കെ കളഞ്ഞ് കിട്ടിയ ചാൻസ് വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വിജു വീട്ടിൽ ചുമ്മാ ചില്ലിങ് ആവും. ഈ സമയത്താണ് വീട്ടിലേക്ക് വിജയണ്ണന്റെ ഇടത്തമ്മയുടെ പെങ്ങൾ വരുന്നത്. എന്നിട്ട് അവർ തമ്മിൽ ലവ് ആവും. ഭയങ്കര വികാര പ്രകടനമാണ് ഇവരുടെ പ്രണയത്തിന്. എക്സ്പ്രഷൻ ഇട്ടങ്ങ് മരിക്കും. ഈ വെറുപ്പിക്കലൊക്കെ കഴിഞ്ഞതും രാജേന്ദ്രന്റെ ബർത്ത്ഡേ ആവും. ആ ദിവസമാണ് ഈ കുടുംബത്തിൽ വിള്ളലുകൾ വീഴുന്നത്. ചില ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ആ പിറന്നാൾ സുദിനത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഇവൾ സ്മിത, ജയ്യുടെ അവിഹിതം. നിങ്ങളുടെ ഈ കൈവിട്ട കളി ഇവരുടെ ദാമ്പത്യത്തിന് തന്നെ അന്ത്യം കുറിക്കുന്നു. കാണുക സങ്കീർണമായ കഥാമുഹൂർത്തങ്ങളുമായി വാരിസ്. അവരുടെ ദാമ്പത്യത്തിൽ ഒരു തീരുമാനമാകും. ഇതേ സമയം മറ്റൊരു ക്ഷണിക്കപ്പെടാത്ത അതിഥി കൂടെ വരികയാണ് ആ ബർത്ത്ഡേക്ക്. അവൻ വന്നിട്ട് പറയും, രാജേന്ദ്ര നിന്റെ മോൻ ലോക ഫ്രോഡാണ്, നിന്റെ കമ്പനിയിലെ പല രഹസ്യങ്ങളും മുക്കി അവൻ പൈസ ഉണ്ടാക്കുകയാണെന്ന് പറയും. രാജേന്ദ്രൻ ആകെ തകർന്നു പോകും. ഗൈസ്, ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. കമ്പനി ഏൽപ്പിക്കാൻ നിന്ന 2 മക്കളും ലോക ഫ്രോഡുകളാണെന്ന് മനസ്സിലാവും. ഇനി ഈ കമ്പനി ഭദ്രമായി ആരുടെ കൈകളിൽ ഏൽപ്പിക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിലെ ആ വാർത്ത രാജേന്ദ്രൻ കാണുന്നത്. അതെ ഗൈസ്, വിജു പരശുരാം എക്സ്പ്രസിൽ 250 സമൂസ വിറ്റ വാർത്തയായിരുന്നു അത്. പിന്നൊന്നും നോക്കിയില്ല, കമ്പനി മൊത്തം വിജയണ്ണന്റെ പേരിലാക്കി കൊടുക്കും. വിജയണ്ണന്റെ കയ്യിൽ ഒരു കമ്പനി കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ, ആ കമ്പനിയുടെ വളർച്ച അങ്ങ് മാനം മുട്ടുകയാണ്. നമ്മുടെ ബയേഴ്സ് ഫോൺ വിളിക്കുമ്പോൾ MD എന്തൊക്കെയോ പിച്ചും പേയി പറയുകയാണ്.
കമ്പനിയിലെ ജോലിക്കാരുടെ കാര്യത്തിലൊക്കെ അണ്ണന് വൻ ശ്രദ്ധയാണ്. സിംപ്ലിസിറ്റി കാണിക്കാൻ വേണ്ടി ലഞ്ച് ബ്രേക്കിന് ചോറുണ്ണുന്ന ചേച്ചിയുടെ ചൂറ്റും പാത്രത്തിൽ കൈയിട്ട് വാരും. ഹാർബറിലെ പൊരി വെയിലത്ത് സ്ലീവ്ലെസ് ബനിയനും ഇട്ട് പണിയെടുക്കുന്ന ഒരു വയോധികനെ വിളിച്ചു വരുത്തി കോട്ടിട്ട് കൊടുക്കും. അയാൾ പറയും, നല്ല ചൂടാണ് സാറേ, ഈ കോട്ട് ഞാനൊന്ന് ഊരിക്കോട്ടെ എന്നൊക്കെ. പക്ഷെ അണ്ണൻ സമ്മതിക്കില്ല. നീ കോട്ടിട്ടിട്ട് പണിയെടുത്താൽ മതി എന്ന് പറഞ്ഞ് ഹെൽമെറ്റും വെച്ച് പണിക്ക് പറഞ്ഞേക്കും. ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേഷൻ കാര്യം ചെയ്യാൻ എന്റെ ചങ്ക് പൊട്ടുകയാണ്. സോ ഗൈസ്, കമ്പനി നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അണ്ണന്റെ അണ്ണന്മാർ അണ്ണനെ തല്ലാൻ വേണ്ടി കുറെ ആളുകളെ വിടുന്നത്. ബട്ട് ഗൈസ്, അതിലൊന്നും അണ്ണൻ വീഴില്ല. കാരണം അണ്ണന്റെ കയ്യിൽ ഒരു സൂപ്പർ പവർ ഉണ്ട്, വെറുപ്പിക്കൽ. അങ്ങനെ വെറുപ്പിച്ച് അവന്മാരെയൊക്കെ അവിടെ നിന്ന് അണ്ണൻ ഓട്ടിക്കും. അങ്ങനെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിജുവിന്റെ അടുത്ത് ഡാഡി പറയുന്നത്, എന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി വിജുമോനെ, നീ പോയി മറ്റേ 2 മക്കളെ ഒന്ന് വീട്ടിലോട്ട് എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് വാ. അത് കേട്ടതും വിജയന്റെ നേരെ ജയുടെ അടുത്ത് പോയിട്ട്, അവിഹിതം അത്ര വലിയ സീനൊന്നുമല്ല, നീ വീട്ടുകാരായിട്ടൊന്നും ഇങ്ങനെ തെറ്റി നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി സ്റ്റോറി അങ്ങ് കാച്ചും. ആരോടും പിണങ്ങിയിരിക്കരുത്. ശുഭദിനം. ഈ കുട്ടി സ്റ്റോറി സഹിക്കാൻ വയ്യാതെ ജയ് വീട്ടിലേക്ക് തിരിച്ചു വരും. പിന്നീട് നാടകീയ നിമിഷങ്ങൾ. സിദ്ധാർത്ഥന് സുമിത്ര മാപ്പ് കൊടുക്കുമോ? ഇനി എന്താകും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക? സ്വീകരിച്ചു ഗൈസ്. പിന്നെ അടുത്ത മോനെ വിളിച്ചു കൊണ്ടുവരാൻ നിൽക്കുമ്പോഴാവും വിജയനൻ അതറിയുന്നത്. അജയനെ വില്ലന്മാരെല്ലാം ട്രാപ്പാക്കി വെച്ചിരിക്കുകയാണ്. അതറിഞ്ഞതും വിജയനൻ അങ്ങോട്ട് ഓടിച്ചെന്ന് വില്ലന്റെ അടുത്ത് ആ സൂപ്പർ പവർ അങ്ങ് എടുക്കും. டிக்கி பெருத்த கோழி அறுப்பு கடைக்கு முன்னாடி அரபி குத்து ஆடிக்கிட்டு இருந்துச்சான். இது அசத்தலான அண்ணன், சத்திய அண்ணன், இது அபூர்வ அண்ணன், இது അംശമാണ്. ഇത്രയും കോപ്രായം കാണിക്കുന്ന, കോമാളിത്തരം കാണിക്കുന്ന, കോമാളിയായിട്ടുള്ള ഒരു നായക നടൻ വരെ ഉണ്ടാവില്ല. இது அட்டாக் பண்ற அண்ணன், அட்ராக்ட் பண்ற അണ്ണൻ. വെറുപ്പിന്റെ അവസാനം വില്ലൻ വിജയനോട് പറയും, കൊണ്ടുപോടാ നിന്റെ അജയനെ എന്ന്. അവസാനം ഈ കുടുംബം ഒന്നിക്കുകയാണ്. കൗണ്ട് ഡൗൺ കഴിഞ്ഞ് രാജേന്ദ്രനും പടമാവും. No family is perfect, but we have only one family. ശുഭദിനം. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, 5 ഒരാൾ, അർജുനൻ, ബലറാം, വസുതാരഥ, ലൈ ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.